ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. സിറ്റിയിൽ നിന്ന് മാറി ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അഡ്രസ്സിൽ പറഞ്ഞ ഇടത്തേക്ക്. ഇവൻ ഇത്രയും ദൂരത്തേക്ക് പോയോ? കാശി ആലോചനയിൽ നെറ്റി ഒഴിഞ്ഞു. വലിയൊരു 2 അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ കാർ ചെന്ന് നിന്നു. സെക്യൂരിറ്റി വന്ന് വിവരം അന്വേഷിച്ചു. യൂസഫിൻ്റെ പേര് പറഞ്ഞപ്പോൾ അകത്തേക്ക് വിട്ടു. കാർ പാർക്ക് ചെയ്ത് അയാൾ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. പുറത്തുനിന്നും ബെല്ലടിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോറ് തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന ആളെ പരിചയമില്ലാതെ നോക്കിയ ആഗതൻ. സാറിനെ കാണാനാണോ? അവർ അല്പം കടുപ്പിച്ച് ചോദിച്ചു. അതെ, എൻ്റെ പേര് കാശിനാഥൻ. ഞാൻ യൂസഫിൻ്റെ ഫ്രണ്ടാണ്. നിൽക്കൂ, ഞാൻ ചോദിക്കട്ടെ. അവർ വാതിൽ ചാരി അകത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. കാശി അവർക്ക് പിന്നാലെ അകത്തേക്ക് കയറി. ഹാൾ കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ വീൽ ചെയറിൽ പ്രായമായ ഒരു സ്ത്രീ. കാശിയെ കണ്ടതും യൂസഫിൻ്റെ കണ്ണുകൾ വിടർന്നു. കാശി, എത്ര നാളായടാ കണ്ടിട്ട്? താൻ ആകെ മാറിപ്പോയി. അവനെ ചേർത്ത് പിടിച്ചു യൂസഫ്. ഇത് ഉമ്മച്ചി. അവർ നിർജീവമായ കണ്ണുകൾ ഉയർത്തി കാശിയെ നോക്കി. താൻ വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. സൈനു താത്ത, 2 കോഫി. അടുക്കളയിൽ നിന്ന് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു. ഉമ്മച്ചിയുടെ അകമേ ബന്ധത്തിലുള്ള സ്ത്രീയാണ്. ഇപ്പോൾ വലിയ ഉപകാരിയാണ് ഞങ്ങൾക്ക്. പറയത്തക്ക ബന്ധുക്കളൊന്നും കാണുമ്പോൾ കടമ്പിടുത്തക്കാരിയാണെന്ന് തോന്നുമെങ്കിലും ഉള്ളു നിറയെ സ്നേഹമാണ്. കാശിയുടെ മുഖത്തെ അസ്വസ്ഥതയും മറ്റും ശ്രദ്ധിച്ചുകൊണ്ട് യൂസഫ് അവൻ്റെ നേരെ തിരിഞ്ഞു. വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. തനിക്ക് വല്ലാത്ത ടെൻഷൻ. എന്താ കാശി? സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ യൂസഫിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ്. തനിക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നറിയാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നത്. അപ്പോഴേക്കും അവർക്കുള്ള കോഫിയുമായി സൈനു താത്ത എത്തി. താൻ എന്തായാലും ഈ കോഫി കുടിക്ക്, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. കോഫി കുടിച്ചുകൊണ്ട് ഇരുവരും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിന്നു. ഇനി പറയൂ കാശി, എന്താ തൻ്റെ പ്രശ്നം? വിശ്വത്തെ യൂസഫ് കാണാറുണ്ടോ? അയാളോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ കാശിയുടെ കണ്ണുകൾ യൂസഫിൽ തന്നെയായിരുന്നു. ഞാൻ കുറച്ച് നാളായി ഇവിടെയാണ് താമസം. അതുകൊണ്ട് തന്നെ യൂസഫിന് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് വിശ്വത്തെ. അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞതോടെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തോട്ട് പോകുമെന്നല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ തന്നെയാണ് ഞാൻ അവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് അമ്മയുടെ വിവരങ്ങൾ അറിയാൻ ഫോൺ ചെയ്യുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ. എന്നോടൊപ്പം വന്ന് താമസിക്കാൻ പറഞ്ഞാൽ ഉമ്മച്ചി അതോട്ട് കേൾക്കുകയുമില്ല. ഒരു ദിവസം രാത്രിയിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഉമ്മച്ചി. പകുതിയിൽ ആക്സിഡൻ്റ് ഉണ്ടായി. എതിരെ വന്ന കാറുകാരൻ കുടിച്ചിട്ട് ഓട്ടോയുമായി കൂട്ടിയിടിച്ചതാണ്. പിന്നെ 1.5 മാസം ഹോസ്പിറ്റലിലായിരുന്നു. യൂസഫ്, ഞാനിപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം അറിയാനാണ്. വിശ്വത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ? കാശിയുടെ ചോദ്യം കേട്ടപ്പോൾ യൂസഫ് ശരിക്കും ഞെട്ടിപ്പോയി. കാശി, താൻ എന്തൊക്കെയായി ചോദിക്കുന്നത്? നിങ്ങൾ 2 പേരും ചേർന്നല്ലേ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നത്? ആ ആളെക്കുറിച്ചാണോ താൻ എന്നോട് ചോദിക്കുന്നത്? യൂസഫിനോട് എന്ത് മറുപടി പറയണമെന്ന് കാശിക്കും അറിയില്ലായിരുന്നു. തന്നോടിങ്ങനെ ചോദിക്കുന്നത് സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ അവസ്ഥ അതായിപ്പോയി. കഴിഞ്ഞ 2 മാസത്തോളം ഞാൻ നല്ല തിരക്കിലായിരുന്നു. കൺമണിയുടെ പ്രസവവും അവളുടെ ഏട്ടൻ്റെ ഹോസ്പിറ്റൽ വാസവും ഒക്കെയായി. ഞാൻ അല്പം തിരക്കിലായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിശ്വത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളായി അവനുമായി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും കാര്യങ്ങളൊക്കെ അവൻ ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ എന്ന ആത്മവിശ്വാസമായിരുന്നു എന്നിൽ. ഒരാഴ്ച മുൻപ് എനിക്കൊരു മെയിൽ ഉണ്ടായിരുന്നു. എറണാകുളത്ത് വെച്ച് ഒരു ക്ലയൻറ്റ് മീറ്റിംഗ്. അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാണ് വിശ്വ മെയിൽ അയച്ചത്. അതനുസരിച്ചാണ് ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി പുറപ്പെട്ടത്. അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം യൂസഫിനോട് കാശി പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് വിശ്വത്തെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അതാണ് ഞാൻ നേരിട്ട് തൻ്റെ അടുത്തേക്ക് വന്നത്. വിശ്വത്തെ താൻ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്? കുറച്ച് നാൾ മുന്നേ ഷോപ്പിംഗ് മാളിൽ വെച്ച് ഞാൻ വിശ്വത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അയാളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഫ്രണ്ടാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. വലിയ സന്തോഷത്തിൽ തന്നെയാണ് പിരിഞ്ഞത്. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. വിശ്വത്തിൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയില്ലേ കാശി? ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല യൂസഫ്. പക്ഷേ അവൻ്റെ അമ്മയും അനിയത്തി ഈ വിവരം അറിയുമ്പോൾ ചിലപ്പോൾ വല്ലാതെ പാനിക്കാവും. എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ തൻ്റെ അടുത്തേക്ക് വന്നത്. വിശ്വ ഒരിക്കലും ഇത്രയും നാൾ എന്നോട് കോൺടാക്റ്റ് ഇല്ലാതിരിക്കില്ല. എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണും യൂസഫ്. എടോ, തനിക്ക് എൻ്റെ ഒപ്പം ഇവിടെ കഴിയാം. ഇവിടെ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. അത് സാരമില്ല. ഞങ്ങളുടെ ഫ്ലാറ്റ് അവിടെ ഉണ്ടല്ലോ. ഞാൻ അവിടെയാണ്.
എന്നാൽ ഇറങ്ങട്ടെ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ജോസഫിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വിശ്വത്തിലേക്ക് എങ്ങനെ എത്താമെന്നായിരുന്നു കാശിയുടെ ചിന്ത. വിശ്വത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. അതെങ്ങനെ കണ്ടുപിടിക്കും? കാശിയുടെ ചിന്ത ആ വഴിക്ക് നീങ്ങി. എന്തായാലും പോകുന്ന വഴിക്ക് തങ്ങളുടെ ഓഫീസിലൊന്ന് കയറാമെന്ന് തീരുമാനിച്ചു. CCTV ഉള്ളതുകൊണ്ട് തന്നെ അതിൽ സ്ഥിരമായി വരുന്ന വിശ്വവുമായി ഇടപഴകുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പോരെങ്കിൽ സ്റ്റാഫിനോടും അന്വേഷിക്കാം. ആലോചനയോടുകൂടി തന്നെയാണ് കാശി ഓഫീസിലേക്ക് ചെന്നത്. കാശിയെ കണ്ടപ്പോൾ സ്റ്റാഫുകളിലെല്ലാം ഒരു അമ്പരപ്പായിരുന്നു. കാരണം 1-2 തവണ മാത്രമേ കാശി ഓഫീസിൽ ചെന്നിട്ടുള്ളൂ. പെട്ടെന്നുള്ള ഈ വരവ് വിശ്വത്തിൻ്റെ അഭാവത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അസിസ്റ്റൻ്റ് മാനേജർ ജിതൻ കണ്ട ഉടനെ തന്നെ അവനോടത് തിരക്കി അടുത്തേക്ക് വന്നു. ഹാർട്ടി വെൽക്കം സാർ. കാശിയുടെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് ജിതൻ പറഞ്ഞു. താങ്ക്സ്. അയാൾ കാശിയെയും കൂട്ടി ക്യാബിനിലേക്ക് പോയി. എങ്ങനെ തുടങ്ങണമെന്ന് കാശിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മൗനമായി. സാറിൻ്റെ പെട്ടെന്നുള്ള വരവ്, അതിൻ്റെ കാരണം ഞങ്ങൾക്കറിയാം. ജിതിൻ്റെ തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ ശരിക്കും കാശിക്ക് ഞെട്ടലാണ് ഉണ്ടായത്. വിശ്വ ഓഫീസിൽ വരാതായിട്ട് ഇപ്പോൾ എത്ര നാളായി? കാശി മുഖവരിയില്ലാതെ ചോദിച്ചു. സാർ, അത് പിന്നെ ജിതിൻ, വിശ്വ മിസ്സിംഗ് ആണ്. കണ്ടുപിടിക്കാനുള്ള എൻ്റെ ശ്രമമാണ്. സഹകരിക്കണം. അത്രയും ഉറപ്പുണ്ടായിരുന്നു കാശിയുടെ ശബ്ദത്തിൽ. സാർ, ജിതിൻ മൊബൈൽ ഓണാക്കി കാശിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. 2 മാസം മുമ്പ് നടന്നൊരു കോൺഫറൻസിൻ്റെ വീഡിയോ ക്ലിപ്പിൻ്റെ കുറച്ചു ഭാഗങ്ങളായിരുന്നു അത്. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം കാശി ഫോൺ തിരികെ നൽകി. ഇത് ശ്രേയ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി മിക്കപ്പോഴും ശ്രേയയെ വിശ്വം സാറിൻ്റെ ഒപ്പം കാണുന്നു. ഒരിക്കൽ ഞാൻ തമാശ രൂപേണ ചോദിച്ചു ആരാണെന്ന്. അന്ന് സാർ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ മാളിൽ കണ്ടു. അപ്പോഴും കാശിയുടെ ഫോൺ റിങ് ചെയ്തു. ആ കണ്ണാ? ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിക്കാം. വേഗം ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് കാശി ജിതിനിലേക്ക് തിരികെ വന്നു. പറയൂ ജിതിൻ. ഞാൻ ഇടയ്ക്കൊരിക്കൽ മാളിൽ വെച്ച് ഈ ശ്രേയയെ മറ്റൊരാളുടെ കൂടെ കാണാനിടയായി. പക്ഷേ അത് അത്രയും നല്ല സീനായിരുന്നില്ല. ഞാൻ പിന്നെ അതത്ര കാര്യമാക്കിയില്ല. എങ്കിലും വിശ്വം സാറിനോട് പറഞ്ഞു. പക്ഷേ സാർ എന്നെ കളിയാക്കി. ഇത്രയും വലിയ സിറ്റിയല്ലേടോ, ആരെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും. താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? സോറി സാർ. അതോടെ ആ വിഷയം അവസാനിപ്പിച്ചു. പക്ഷെ പിന്നെ ഒരിക്കൽ ഓഫീസിൽ വെച്ച് അവരെ വീണ്ടും കാണുമ്പോൾ അവരെന്നെ വളരെ മോശമായി അധിക്ഷേപിച്ചു. അന്നത്തെ ആ സംഭവം ഞാൻ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയതാണെന്ന്, അവരുടെ റിലേഷൻ ഇല്ലാതാക്കാൻ എന്ന രീതിയിൽ. അതെനിക്ക് സ്റ്റാഫിൻ്റെ ഇടയിൽ വല്ലാത്ത ഇൻസൾട്ടിങ് ആയിരുന്നു. അതിൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു. ശ്രേയയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവനാണ് പറഞ്ഞത് ഇവരെക്കുറിച്ച്. സാർ, പണത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണ്. അച്ഛനും അമ്മയും ഒന്നുമില്ല. ഏതോ അനാഥാലയത്തിൽ നിന്നും ആരോ അഡോപ്റ്റ് ചെയ്താണ് വളർത്തിയത്. ഇവൾ ഇവിടുന്നൊക്കെ കടന്നു കളഞ്ഞു. ഈ സിറ്റിയിൽ വന്നെത്തിയതിൽ പിന്നെ വമ്പന്മാരുടെ കൈകളിലെ കളിപ്പാട്ടം പോലെയാണ്. പക്ഷേ വിശ്വം സാർ എങ്ങനെ ഇവളുടെ കയ്യിൽ പെട്ടെന്നാണ്? അവൾ ട്രാപ്പിലാക്കിയതാണ് സാർ. ഓരോ ദിവസം ഓരോരുത്തന്മാരുടെ കൂടെയാണ്. എവിടെ കാശ് കൂടുതൽ കാണുന്നോ അവർക്കൊപ്പം കൂടും. അതാണ് സ്വഭാവം. ഞാനിതൊക്കെ അറിഞ്ഞത് ഇപ്പോഴാണ്. ആരോടും പറയാൻ പേടിയാണ്. എനിക്ക് കുടുംബമുണ്ട്. അവർക്ക് ഞാനേ ഉള്ളൂ. ബിസിനസ് നല്ല രീതിയിൽ പോകുമായിരുന്നു. 1-2 പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പക്ഷേ അതിൽ നിന്നൊക്കെ വലിയ എമൗണ്ട് നേരത്തെ കൈപ്പറ്റിയെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അവരുടെ മെയിലും ഫോൺ കോളും കൊണ്ട് ചെവി തല കേൾക്കില്ല. ഇപ്പോഴത്തെ ഓഫീസിൻ്റെ അവസ്ഥയെ ജിതിനിൽ നിന്നും കേൾക്കുകയായിരുന്നു കാശി. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജിതിൻ തൻ്റെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ കാശിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ്റെ അഭിപ്രായം ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സാർ, ആദ്യം തന്നെ ഏറ്റെടുത്ത കോൺട്രാക്റ്റിനെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ച് അതിലെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് നോക്കാം. കാരണം ഈ 2 കമ്പനികളും വളരെ നല്ല കമ്പനികളാണ്. അവർക്ക് ആദ്യം തന്നെ ഒരു മോശം അഭിപ്രായത്തിനിടയാക്കിയ സ്ഥിതിക്ക് സാർ നേരിട്ട് അവരെ കണ്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 പ്രോജക്റ്റ് നമ്മുടെ കമ്പനിയിൽ വളരെ നേട്ടം തന്നെ ആയിരിക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വം സാറിനെക്കുറിച്ച് അന്വേഷിക്കാം. സാറിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പോലീസിൽ അറിയിക്കാം എന്ന് പലതവണ ഞാൻ കരുതിയതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകെ ഇറങ്ങി പുറപ്പെട്ടാൽ എനിക്ക് എൻ്റെ കുടുംബത്തെ നഷ്ടമാകും. അതിനുവേണ്ടിയുള്ള ആൾബലവും പണവും ഒന്നും എൻ്റെ കയ്യിലില്ല സാർ. പക്ഷേ സാറിനോട് അതൊക്കെ തുറന്ന് പറയണമെന്ന് തോന്നി. സാറിനോടൊപ്പം എന്താവശ്യത്തിനും ഞാൻ കാണും. കാശി എഴുന്നേറ്റ് ജിതിൻ്റെ തോളിൽ തട്ടി. താങ്ക്സ് ജിതിൻ. അപ്പോൾ നമുക്ക് ഒന്നേന്ന് ആരംഭിക്കാം. വിശ്വത്തെ കണ്ടുപിടിച്ചേ എനിക്ക് മതിയാകൂ. അതിന് എൻ്റെ ഒപ്പം താനും വേണം. തുടരും.